നിങ്ങൾക്ക് ഇറാനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു ചെറുവിരൽ കൊണ്ടുപോലും ഇറാനെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഉയർന്ന സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഖമേനി. ജനീവയിൽ ഉയർന്ന നിലയിലുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിച്ചപ്പോൾ ഏറ്റവും ശക്തമായ സൈന്യം പോലും വിനാശകരമായ തകർച്ചയെ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കർശന മുന്നറിയിപ്പ് നൽകി. ദീർഘകാലമായി നിലനിൽക്കുന്ന ആണവ തർക്കം പരിഹരിക്കുന്നതിനായി വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പരോക്ഷ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത്. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന അമേരിക്കൻ പ്രതിനിധികൾ ഇന്ന് ജനീവയിൽ ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തും. ഈ നയതന്ത്ര ഇടപെടലുകൾ ടെഹ്റാനിൽ ആയത്തുള്ള അലി ഖമേനി നടത്തിയ പ്രസംഗത്തോടും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതിനിധി സംഘം സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തുന്നതിനോടും ഒത്തുചേരുന്നു. എക്സിലെ പ്രകോപനപരമായ പോസ്റ്റുകളുടെ ഒരു പരമ്പരയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സൈനിക ആധിപത്യത്തെക്കുറിച്ചുള്ള പതിവ് വാദങ്ങളെ ഖമേനി വെല്ലുവിളിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി തങ്ങൾക്കാണ് US പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തി ചിലപ്പോൾ വീണ്ടും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ശക്തമായി പ്രകോപിപ്പിക്കപ്പെട്ടേക്കാമെന്ന് പറഞ്ഞു. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന അമേരിക്കൻ നാവിക സാന്നിധ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാനിയൻ പ്രത്യാക്രമണങ്ങൾക്ക് US ഹാർഡ്വെയർ ദുർബലമായി തുടരുമെന്ന് സുപ്രീം ലീഡർ അഭിപ്രായപ്പെട്ടു. അമേരിക്കക്കാർ നിരന്തരം പറയാറുണ്ട് ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചിട്ടുണ്ടെന്ന്. തീർച്ചയായും ഒരു യുദ്ധക്കപ്പൽ അപകടകരമായ ഒരു സൈനിക ഹാർഡ്വെയർ ആണ്. എന്നിരുന്നാലും ആ യുദ്ധക്കപ്പലിനേക്കാൾ അപകടകരമാണ് ആ യുദ്ധക്കപ്പലിനെ കടലിന്റെ അടിയിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധമെന്നും അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകളുടെ സംഘർഷത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചരിത്രപരമായ പ്രതിരോധ ശേഷി ഉദ്ധരിച്ചുകൊണ്ട് ഖമേനി ഭരണമാറ്റ ഭീഷണികളെ തള്ളിക്കളഞ്ഞു. 47 വർഷമായി അമേരിക്കയ്ക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. അതൊരു നല്ല കുറ്റസമ്മതമാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നുവെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ കർശന നിലപാട് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ചർച്ചകൾക്ക് മുൻപ് ഒരു കരാറിൽ ഏർപ്പെടാത്തതിന്റെ അനന്തരഫലങ്ങൾ സംബന്ധിച്ച് പ്രസിഡന്റ് ട്രംപ് കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രസിഡന്റ് ചർച്ചകളെ വളരെ പ്രധാനപ്പെട്ടതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പരോക്ഷമായി ഈ പ്രക്രിയയിൽ ഏർപ്പെടുമെന്ന് സ്ഥിരീകരിച്ചു. ഇറാൻ ഒരു കഠിനമായ ചർച്ചക്കാരനാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അവരുടെ നേതൃത്വം മോശമായ ചർച്ചക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. കാരണം അവരുടെ ആണവശേഷി നശിപ്പിക്കാൻ B-2 വിമാനങ്ങൾ അയക്കുന്നതിനു പകരം നമുക്കൊരു കരാർ ഉണ്ടാക്കാമായിരുന്നു. നയതന്ത്രത്തിലേക്ക് തിരിച്ചുവരവിന് കാരണക്കാരായ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പദ്ധതിയെ തുടർന്നാണ് പ്രസിഡന്റിന്റെ പരാമർശങ്ങൾ. അതേസമയം ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തന്ത്രപരമായ സാന്നിധ്യം. മറുപടിയായി ഒരു പ്രത്യാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് ടെഹ്റാൻ ഊന്നി പറഞ്ഞു. ഒരു ചർച്ച തന്ത്രപരമായ ഭീഷണികൾ സഹിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.